ഹായ് ഓൾ, ഇന്നിപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവധികളെ പറ്റിയാണ്. അപ്പോൾ കേരള പ്രിസൺ റൂളിലെ ചാപ്റ്റർ 30 അവധികളെ പറ്റി പറയുന്നത്. അപ്പോൾ അവധി എന്ന് പറയുമ്പോൾ നമ്മൾ ജയിലിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചിട്ടുള്ള അവധിയല്ല, അവിടെ അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് കേരള പ്രിസൺ റൂൾ വഴി അനുവദിച്ചിട്ടുള്ള അവധികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും തടവുകാരനായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്, അല്ലേ? കഷ്ടപ്പെട്ട് പഠിച്ച് ഉദ്യോഗസ്ഥനാവുന്നതിലും കൂടുതൽ അവധി തടവുകാർക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അവധികളെക്കുറിച്ചാണ്, അല്ലേ? തടവുകാർക്ക് ലഭിക്കുന്ന വിവിധ തരം അവധികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പരിശോധിക്കുന്നത്. അപ്പോൾ കേരള പ്രിസൺ റൂളിലെ സെക്ഷൻ 397. ഓക്കെ, അപ്പോൾ സെക്ഷൻ മറന്നു പോകരുത്. സെക്ഷൻ 397 നമ്മുടെ അവധികളെക്കുറിച്ച് ഡെഫിനിഷൻ നൽകുന്നത്. അപ്പോൾ ഏതാണ് ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 30. ഓക്കെ, കേരള പ്രിസൺ റൂളിലെ സെക്ഷൻ 397 അനുസരിച്ച് തടവുകാർക്ക് 2 തരത്തിലുള്ള അവധികളാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് സാധാരണ അവധി അഥവാ കാഷ്വൽ ലീവാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ അവധി എന്ന് പറയുന്നത് അടിയന്തര അവധി അഥവാ എമർജൻസി ലീവ്. അപ്പോൾ കേരള പ്രിസൺ റൂൾ അനുസരിച്ച് തടവുകാർക്ക് എത്ര വിധത്തിലുള്ള ലീവുകളാണ് അനുവദിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ 2 തരത്തിലുള്ള ലീവുകളാണ് കേരള പ്രിസൺ റൂൾ അനുസരിച്ചിട്ട് തടവുകാർക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേതെന്ന് പറയുന്നത് സാധാരണ അവധിയും രണ്ടാമത്തേത് അടിയന്തര അവധി. ഇത് നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാധാരണ അവധി അഥവാ കാഷ്വൽ ലീവ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കാഷ്വൽ ലീവ് എന്ന് നമുക്ക് നോക്കാം. 1 വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് ശിക്ഷിച്ച സൽസ്വഭാവികളായ തടവുകാർക്ക് മാത്രമാണ് എന്തനുവദിച്ചിട്ടുള്ളത്? സാധാരണ അവധി. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. സൽസ്വഭാവികളായിട്ടുള്ള തടവുകാരെന്നൊക്കെയോ, അല്ലേ? അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ തടവുകാരെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരെയും ക്രിമിനൽസ് ആയിട്ടും അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ടും നമ്മൾ കാണരുത്. ജയിലും നല്ല ആൾക്കാരും നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. സാഹചര്യം മൂലം അവിടെ എത്തപ്പെട്ടവരായിരിക്കും. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഏത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് സാധാരണ ലീവ് അനുവദിക്കുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ തടവുകാരൻ സൽസ്വഭാവി ആയിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഏത് ലീവ് കിട്ടുകയുള്ളൂ? സാധാരണ ലീവ് അഥവാ കാഷ്വൽ ലീവ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു 8 മാസത്തേക്ക് കോടതി എന്ത് ചെയ്യാണ്? തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ 8 മാസം ശിക്ഷിച്ച എ എന്ന് പറയുന്ന തടവുകാരന് ഒരു കാരണവശാലും കാഷ്വൽ ലീവ് അഥവാ സാധാരണ അവധി ലഭിക്കത്തില്ല. കാരണം നമ്മുടെ കണ്ടീഷനിൽ പറയുന്നുണ്ട് 1 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലത്തേക്ക് ശിക്ഷിച്ചവർക്ക് മാത്രമാണ് എന്ത് ലഭിക്കുക? സാധാരണ അവധി ലഭിക്കുക. ഇനി അത് മാത്രമാണോ കണ്ടീഷൻ? അല്ല, തടവുകാരൻ സൽസ്വഭാവിയായിരിക്കണം, അല്ലേ? ജയിലിൽ മോശം പെരുമാറ്റമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് ഒരു കാരണവശാലും എന്തനുവദിക്കില്ല? സാധാരണ അവധി അനുവദിക്കില്ല. അപ്പോൾ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 2 കണ്ടീഷൻ മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ആകെ ശിക്ഷയുടെ 1/3 അല്ലെങ്കിൽ 2 വർഷമോ ഏതാണോ കുറവ് അത് പൂർത്തീകരിച്ചാൽ മാത്രമേ എന്തനുവദിക്കുകയുള്ളൂ? സാധാരണ അവധി അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണാപ്പാഠം പഠിച്ചു പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിച്ച് കോഡും വെച്ചൊക്കെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഓരോ സംഭവം കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഈ 3 വർഷത്തിൻ്റെ കണക്ക് എന്താണെന്ന് നമുക്കൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. നമ്മുടെ ദശമൂലം ദാമുവിനെ ഒരു അടിപിടി കേസിൽ കോടതി എന്ത് ചെയ്തു? 9 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. അപ്പോൾ എപ്പോഴാണ് ദാമുവിന് സാധാരണ അവധിക്ക് എലിജിബിലിറ്റി കിട്ടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദാമുവിനെ ആകെ ശിക്ഷിച്ച് എത്ര വർഷത്തേക്കാണ്? 9 വർഷത്തേക്കാണ്, അല്ലേ? ഈ 9 വർഷത്തിൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 3 വർഷം തന്നെയല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? 9 വർഷത്തെ ഇൻറ്റു 1/3, അല്ലേ? 1/3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 9 വർഷത്തിൻ്റെ 1/3 കിട്ടും, അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് 3 വർഷമാണ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ആകെ ശിക്ഷിച്ചതിൻ്റെ 1/3 അല്ലെങ്കിൽ 2 വർഷമോ ഏതാണോ കുറവ് അപ്പോൾ തൊട്ട് എന്ത് ലഭിക്കും? സാധാരണ അവധിക്ക് എലിജിബിലിറ്റി ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ ദാമുവിൻ്റെ ശിക്ഷയുടെ 1/3 എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി അതിലും കുറവെന്ന് പറയുന്നത് എത്രയാ? 2 വർഷമല്ലേ? അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ തന്നെ ദാമുവിന് എന്ത് കിട്ടും? സാധാരണ അവധിക്കുള്ള എലിജിബിലിറ്റി കിട്ടും. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആവും.
നമ്മുടെ കീലേരി അച്ചു കേട്ടിട്ടുണ്ടാവും അല്ലേ? പുള്ളിക്കാരൻ എന്ത് ചെയ്തു? കോടതി 3 വർഷത്തെ തടവിന് എന്ത് ചെയ്തു? ശിക്ഷിച്ചു. പുള്ളി എന്തെങ്കിലും അടിപിടി കേസൊക്കെ ആയിരിക്കും ഒപ്പിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 3 വർഷത്തിൻ്റെ 1/3 പറയുന്നത് 1 വർഷമല്ലേടാ? എങ്ങനെ കണ്ടുപിടിക്കും? 3 വർഷത്തെ ഇൻറ്റു 1/3 കൊണ്ട് ഗുണിച്ചാൽ മതിയാവും. അപ്പോൾ 3 വർഷത്തിൻ്റെ 1/3 എന്ന് പറയുന്നത് 1 വർഷമാണ്. ഇനി 1 വർഷമാണോ 2 വർഷമാണോ കുറവ്? 1 വർഷമല്ലേ? അപ്പം കീലേരി അച്ചുവിന് 1 വർഷം കഴിയുമ്പോൾ തന്നെ എന്തിനുള്ള എലിജിബിലിറ്റി കിട്ടിത്തുടങ്ങും? സാധാരണ അവധിക്കുള്ള എലിജിബിലിറ്റി കിട്ടിത്തുടങ്ങും അല്ലേ? ഇപ്പം ദാമുവിൻ്റെ കേസിൽ എന്ത് പറ്റി? 2 വർഷമായിരുന്നോ അതോ 3 വർഷമായിരുന്നോ കുറവ്? 2 വർഷമായിരുന്നു. അപ്പോൾ ആ 2 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ? എന്നാൽ കീലേരി അച്ചുവിൻ്റെ കേസിൽ എന്താണ്? അവന് 1 വർഷം കഴിയുമ്പോൾ തന്നെ എന്തിനുള്ള എലിജിബിലിറ്റി ആയി? സാധാരണ അവധിക്കുള്ള എലിജിബിലിറ്റി ആയി. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വേറെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് റൂള് പഠിപ്പിച്ച് പോകുന്നുണ്ടാവും. ഇത്ര ഡെപ്തിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതമൊക്കെ പഠിപ്പിച്ച് തരുന്ന നല്ല എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 397B ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സബ്സെക്ഷൻ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. അതൊന്നും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. അതിനകത്ത് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ സെക്ഷൻ ബി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം എന്ത് ചെയ്യുന്നു? പരമാവധി 60 ദിവസത്തെ സാധാരണ അവധി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം 1 വർഷം 365 ദിവസമാണുള്ളത്. അതിൽ 60 ദിവസവും തടവുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ അവധി അനുവദിക്കുന്നുണ്ട് അല്ലേ? അപ്പം തന്നെ വിചാരിക്കും 360 നിന്ന് 60 പോയി കഴിഞ്ഞാൽ എത്രടാ? ഇനി 300 ദിവസം ജയിലിൽ എന്ത് ചെയ്താൽ മതി? കിടന്നാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് കയറുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്ര അവധി അനുവദിക്കുന്നില്ല അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഒരു കലണ്ടർ വർഷം എന്ത് ചെയ്യുന്നു? പരമാവധി 60 കാഷ്വൽ ലീവ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തടവുകാരന് എലിജിബിലിറ്റി കിട്ടുന്നുണ്ട്. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രൈമാസം അഥവാ 1 വർഷത്തിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ 15 ദിവസവും, അതുപോലെ തന്നെ ഒരു ഹാഫ് ഇയർലി നോക്കിക്കഴിഞ്ഞാൽ അതായത് 6 മാസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 30 ദിവസം കവിയാനും പാടില്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ടല്ലേ? 1 വർഷം 60 കാഷ്വൽ ലീവ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? 3 മാസത്തിൽ 15 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 6 മാസത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? 30 ദിവസത്തിൽ കൂടുതലും അനുവദിക്കാൻ പാടില്ല. അതായത് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ലീവ് എടുക്കാൻ പറ്റില്ലെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ അടുത്ത പോയിന്റ് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഒരു തവണത്തേക്ക് കുറഞ്ഞത് എത്ര ദിവസം ഉണ്ടായിരിക്കണം? 15 ദിവസം ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല പരമാവധി എത്ര ദിവസം കവിയാനും പാടില്ല? 30 ദിവസം കവിയാനും പാടില്ല. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ടല്ലേ? ഒരു തവണത്തേക്ക് മിനിമം 15 ദിവസം ആയിരിക്കണം, എന്നാൽ മാക്സിമം എത്ര ദിവസം കവിയാനും പാടില്ല? 30 ദിവസം കവിയാനും പാടില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു കലണ്ടർ വർഷം 2 തവണ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? യാത്രാ സമയവും യാത്രാ കൂലിയും അനുവദിക്കുന്നുള്ളൂ. ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ദൂരെയുള്ള തടവുകാർക്ക് എന്ത് ചെയ്യുന്നു? യാത്രാ സമയം തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ലീവിന് പുറമെ യാത്രാ സമയം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് അല്ല, കേരള പ്രിസൺ റൂള് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 1 വർഷം എന്ത് ചെയ്യുന്നു? 2 തവണ മാത്രമേ യാത്രാ കൂലിയും യാത്രാ സമയവും അനുവദിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കാം. യാത്രാ കൂലിയെ പറ്റിയും അതുപോലെ തന്നെ യാത്രാ സമയത്തെ പറ്റിയും. യാത്രാ കൂലി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, സ്വന്തം അക്കൗണ്ടിൽ പൈസ ഇല്ല എങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? അവന് വീട്ടിൽ പോകാനുള്ള പൈസയും കൂടെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പറഞ്ഞത്. എല്ലാം പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും തടവുകാർക്ക് സുഖമാണല്ലോ എന്നുള്ള കാര്യം. ഓക്കെ. അപ്പോൾ പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സെക്ഷൻ 397C ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഈ സെക്ഷൻ എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, കാരണം അത് ചോദിക്കത്തില്ല. അപ്പോൾ സെക്ഷൻ സി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു അവധിയാണെങ്കിൽ പോലും 1 വർഷം പരമാവധി 4 തവണ മാത്രമേ തടവുകാർക്ക് എന്തനുവദിച്ചിട്ടുള്ളൂ? വിടുതൽ അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലോട്ട് പതിപ്പിക്കണം. എത്ര തവണയാണ് 1 വർഷം നമുക്ക് അനുവദിച്ചിട്ടുള്ള വിടുതൽ? 4 തവണയാണ് അല്ലേ? അതായത് ഒരു തടവുകാരന് 1 വർഷം 4 തവണ മാത്രമേ അവധിക്കുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ഇനി അവിടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാ തടവുകാർക്കും എന്ത് ചെയ്യുന്നു? 4 തവണ മാത്രമേ വിടുതലുള്ളൂ. എന്നാൽ ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് 5 തവണ വിടുതലുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ അത് പഠിക്കാം അല്ലേ? ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് എത്ര തവണ വിടുതൽ അനുവദിച്ചിട്ടുണ്ട്? 5 തവണ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് ഗാർഹിക അവധി എന്ന് പറയുന്ന ഒരു പ്രത്യേക അവധി അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വേണം നമ്മൾ കാണാനായിട്ട് അല്ലേ? അപ്പോൾ ഗാർഹിക അവധി എലിജിബിൾ ആയിട്ടുള്ള തടവുകാരാണ്? ഓപ്പൺ ജയിലിലെ തടവുകാരാണ്. എന്താണ് ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, പേര് പോലെ തന്നെ എന്ത് ചെയ്യത്തില്ല? ലോക്ക് ചെയ്യത്തില്ല.
അല്ലേ, കുറച്ചുകൂടെ ഫ്രീഡം അനുവദിച്ചിട്ടുണ്ടാവും. നമ്മൾ ട്രഡീഷണലി കാണുന്ന ഒരു ജയിലിൽ നിന്ന് വ്യത്യാസമായിട്ട് തുറന്ന ജയിലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, എടാ തടവുകാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായിട്ട് ഇടാം. സൽസ്വഭാവികളായിട്ടുള്ള പ്രശ്നക്കാരല്ലാത്ത സൊസൈറ്റിക്കും അതുപോലെ തന്നെ ജയിലിലൊക്കെ വലിയ പ്രശ്നം കുഴപ്പമില്ലാത്ത ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ ജയിലിലോട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക അവധി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗാർഹിക അവധി. അപ്പം അതും കൂടെ ചേർത്ത് അവർക്ക് എന്ത് ചെയ്യുന്നു, 5 തവണ വിടുതൽ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്പൺ ജയിൽ എന്താണെന്നൊക്കെ ഉള്ളത് പുറകെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നോക്കിക്കടാ, 10 ദിവസത്തിൽ കൂടുതലുള്ള അടിയന്തര അവധിക്ക് പോയിട്ട് വന്ന ശേഷം 6 മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടുകയുള്ളൂ, സാധാരണ അവധി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താ ഈ അടിയന്തര അവധി? ആ പേര് പോലെ തന്നെ എന്തെങ്കിലും എമർജൻസിയോ കാര്യങ്ങളോ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ അതിനനുവദിക്കുന്ന അവധിയാണെന്ത്, അടിയന്തര അവധി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു തടവുകാരൻ്റെ അച്ഛനോ അമ്മയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ രോഗബാധിതരായി അത്യാസന്ന നിലയിലൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, അടിയന്തര അവധി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 ദിവസത്തിൽ കൂടുതൽ അടിയന്തര അവധിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞാലേ സാധാരണ അവധിക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ പോയിന്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം സെക്ഷൻ സി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് റിവൈസ് ചെയ്യാം. ക്വസ്റ്റനായിട്ട് തന്നെ പഠിച്ചു പോകാം. നോക്കിക്കേടാ, 1 വർഷം തടവുകാരന് എത്ര തവണ വിടുതൽ അനുവദിച്ചിട്ടുണ്ട്? ഉത്തരം 4 തവണ അല്ലേ. എന്നാൽ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് 5 തവണ വിടുതൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ്? അവർക്കൊരു പ്രത്യേക അവധിയും കൂടെയുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, ഗാർഹിക അവധി. അപ്പോൾ ഗാർഹിക അവധി ആർക്ക് മാത്രമാണ് കിട്ടുന്നത്? ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് മാത്രമാണ് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, 10 ദിവസത്തിൽ കൂടുതലുള്ള അടിയന്തര അവധിക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന ശേഷം 6 മാസത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണ അവധിക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പോയിന്റ്സും ഈ സെക്ഷൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 397D ആണ്. അപ്പോൾ ഈ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടവുകാരന് അവധിക്ക് പോകുന്ന സമയത്ത് അവൻ്റെ അക്കൗണ്ടിൽ പൈസയൊന്നുമില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം, അവന് വേണ്ട യാത്രാക്കൂലി കൊടുക്കണം. അപ്പോൾ യാത്രാക്കൂലി അനുവദിക്കണമെന്ന് പറയുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 397D എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരാൻ, ജയിലിൽ കിടക്കുന്ന തടവുകാരൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണ് പൈസ വരുന്നതെന്നുള്ളത് അല്ലേ. എടാ ഇവിടെ നമുക്കറിയാം, ജയിലിൽ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇവൻ പണി ചെയ്യുന്നുണ്ട് ജയിലിൽ അല്ലേ. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ന്യൂസിലൊക്കെ കേട്ട് കാണും, തടവുകാർക്ക് ശമ്പളം കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിരുന്നു അല്ലേ അത്. അപ്പോൾ അവൻ ആ പണിയെടുക്കുന്ന ശമ്പളം അവന് ക്യാഷായിട്ട് കൊടുക്കത്തില്ല, അവൻ്റെ അക്കൗണ്ടിൽ അതെന്ത് ചെയ്യും, സൂക്ഷിക്കും, ജയിലിലെ അക്കൗണ്ടിൽ കേട്ടോ. അപ്പോൾ അത് അവൻ എന്തെങ്കിലും ആവശ്യങ്ങൾ, അതായത് വീട്ടിലോട്ടൊക്കെ അയക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ എന്ത് ചെയ്യുവാണ്, വീട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും ഇവനെ ക്യാഷായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കത്തില്ല. അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ പോകുമ്പോഴോ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ക്യാഷായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവൻ്റെ അക്കൗണ്ടിലുണ്ടേ. അപ്പോൾ അവന് വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം, യാത്രാക്കൂലി അനുവദിക്കാം. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തടവുകാർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പണം. അപ്പോൾ നമ്മൾ വീണ്ടും ഡൗട്ട് വരാം, ജയിലിൽ കിടക്കുന്നവൻ്റെ എങ്ങനെയാണ് സ്വകാര്യ പണം വരുന്നതെന്ന്. എടാ ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇവൻ്റെ കയ്യിലുള്ള സാധന സാമഗ്രികളെല്ലാം ജയിലിൽ എന്ത് ചെയ്യും, മേടിച്ച് വെക്കും. അവൻ്റെ കയ്യിലുള്ള വാച്ച്, പേഴ്സ്, ഫോണ്, പൈസ, ഇനി ആഭരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലേ. അപ്പോൾ ഇതെല്ലാം ജയിലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവനെ യാത്രാക്കൂലിയായിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു തടവുകാരൻ്റെ അക്കൗണ്ടിലെ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവൻ്റെ വേതനം, ജയിലിൽ പണിയെടുത്ത അവൻ്റെ വേതനം, അല്ലെങ്കിൽ അവന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി, അതുമല്ലെങ്കിൽ അവൻ്റെ സ്വകാര്യ പണം, അതായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡൗട്ട് വരാം, എടാ ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവത്തില്ലേ എന്ന് അല്ലേ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് സാധാരണ രീതിയിൽ വരാറില്ല. എന്നാൽ പോലും ചില തടവുകാർ ജയിലിൽ വന്നാൽ എന്ത് ചെയ്യത്തില്ല, പണിക്ക് പോകത്തില്ല അല്ലേ. അവന് കഠിന തടവ് അല്ലെങ്കിൽ അവനെ നിർബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, പണിയെടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കഠിന തടവ് വിധിച്ചിട്ടുള്ള തടവുകാരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിർബന്ധമായും പണിയെടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറും തടവാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ട, പണിക്കിറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ അവൻ്റെ അക്കൗണ്ടിൽ എന്തുണ്ടാവില്ല, വേതനം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അവധി എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 2 പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.